ഓക്കെ ഗൈസ് ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് ഒരു അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. വളരെ വലിയൊരു അപ്ഡേറ്റ് ആണ് ഗൈസ് നമുക്ക് ഈ ഒരു പ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിലൂടെ നമുക്ക് കുറച്ച് ഐറ്റംസ് ആയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കിട്ടി ഗൈസ്. നമ്മുടെ ഗെയിമിലേക്ക് ലംബോർഗിനി ഉറൂസ് ആഡ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പം അതിനെപ്പറ്റി ഒക്കെ നമ്മൾ ഇന്നത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയും. പിന്നെ നമുക്ക് 2K+ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇത്ര നാൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയ എല്ലാവർക്കും വളരെ നല്ലൊരു അംഗീകാരമുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ സപ്പോർട്ട് തുടരണം. അങ്ങനെ നമ്മളങ്ങനെ ഓരോ പടികളായിട്ട് കയറണം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബൈക്കിലുള്ള ഈ ഒരു ഹണി ബി ചാനൽ ഇനിയും തുടരും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ തുടരും ടീമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഗൈസ്. അപ്പം നമ്മുടെ അടുത്ത പരിപാടി ഇനി എങ്ങനെ നമുക്ക് ലംബോർഗിനി ഉറൂസ് എടുക്കാമെന്ന് പറഞ്ഞു തരാം ഗൈസ്. ഇതേത് വണ്ടി? ഡിഫൻഡർ. ലംബോർഗിനി ഉറൂസിന് മുമ്പിലൊക്കെ ഇതേത് വണ്ടി? ഓക്കെ ഗൈസ്, ഇനി ലംബോർഗിനി ഉറൂസിൻ്റെ ചീറ്റ് കോഡ് എന്തായിരുന്നു? 3835 ഗൈസ്. 3835 അടിച്ചാൽ ദേ ഗൈസ് നമ്മുടെ ലംബോർഗിനി ഉറൂസ്. എത്ര നാള് കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാള് സോറി ഗൈസ്, ഞാൻ ടോൺ വിട്ടുപോയി. ഓക്കെ ഗൈസ്, അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഇവിടെ കിടിലൻ ലംബോർഗിനി ഉറൂസല്ലേ ഗൈസ് ഇരിക്കുന്നേ. നമുക്ക് ഡോൺ ക്യാമറ ഓൺ ആക്കിയിട്ടൊന്ന് കാണാം ഗൈസ്. ഡോൺ ക്യാമറയുടെ ഷീറ്റ് കോഡ് DON ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ഡോൺ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മളിന്നെ പുറത്തു നോക്കി എൻ്റെ മോനെ ലുക്ക് അതിൻ്റെ ഒരു ലുക്ക് തന്നെയാണ് ഗൈസ് ലംബോർഗിനി ഉറൂസിന് ഭംഗിയാക്കുന്നത്. ലോഗോ കൊടുത്തില്ല, റെക്റ്റാങ്കിൾ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പറയും. പിന്നെ ഗൈസ് ഇതിൻ്റെ ഇൻറ്റീരിയർ മോഡൽ എന്ന് പറയുമ്പോൾ ഇതാണ് ഗൈസ്. എൻ്റെ മോൻ ആ ഒരു ലുക്ക് ഉണ്ടോ ഗൈസ്? ഈ വണ്ടിക്കകത്തല്ലേടാ ഞാൻ ഇരിക്കുന്നത്. GTA 5 മോഡല്ല ഗൈസ് ഇരിക്കുന്നത്, GTA 6 വേണ്ട ഡീറ്റെയിലിംഗ് ആ പുള്ളിക്കാരന് കൊടുത്തിരിക്കുന്നത്. ഇത് ഇന്ത്യൻ ബൈക്കാണോ അതോ GTA 7 ലോഞ്ച് ചെയ്തോ? ഇപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ GTA 7 ലംബോർഗിനി ഉറൂസ് എടുത്തോണ്ട് പോവാണ് ഗൈസ്. ഞാൻ വിശേഷണം വർണ്ണനം കൊടുത്തു കഴിഞ്ഞു ഗൈസ്. GTA 7 ഇതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പോകും ഗൈസ്. അവൻ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാക്കണം. ലംബോർഗിനി ഉറൂസിൻ്റെ പുറകിൽ തന്നെ അവൻ ഉണ്ടാക്കണം എന്നുണ്ട്. അവിടെ നിനക്ക് എന്താണ് അലിയ? ഇത് എന്താ ഈ ചെയ്യുന്നേ? ഇത് ഞാനാ? അയ്യോ, രമണനായിരുന്നോ? അതിനെന്തിനാ ഞാൻ താഴ്ത്തു വീണേ? രമണനാണ് ഈ പ്രത്യേക ഒരു അടി കൊടുക്കണം. അവൻ്റെ രമണൻ നിനക്ക് എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാക്കണമല്ലേ? എന്നാ പിടിച്ചോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കാം. ഗൈസ് നശിച്ചു ഗൈസ്. രമണനെ മുട്ടിയ ഒരു വണ്ടി നശിക്കും ഗൈസ്. എന്തുട്ടായാലും നമുക്ക് 3835 അടിച്ച് അടുത്ത ലംബോർഗിനി അങ്ങ് സ്പോൺ ചെയ്തേക്കാം. എന്താണ് ഇത്? തിരി പതുക്കാവുന്നൂടെ ആശാന്? ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ ഗൈസ്? നമുക്കിതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? കളർ മാറ്റാൻ പറ്റുമോ? കളർ മാറ്റാൻ പറ്റും ഗൈസ്. ഓ അടിപൊളി. നമുക്ക് ഒരു ഗോൾഡൻ തീമിൽ തന്നെ വെക്കാം ഗൈസ്. അതായിരിക്കും അടിപൊളി. മറ്റേ മോനെ കാണാൻ എന്ത് ലുക്കല്ലേ. ഇത് മതി ഗൈസ്. വീൽസ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഗൈസ്. എൻ്റെ മോൻ അത് വീൽസൊക്കെ എൻ്റെ ഡീറ്റെയിലിങ് അവർ ചെയ്തിരിക്കുന്നത് ലംബോർഗിനി ഉറൂസിൽ ഗൈസ്. എനിക്ക് ഒന്നും പറയാനില്ല ഗൈസ്, നല്ല അഭിപ്രായമാണ് ഗൈസ് എനിക്ക് ലംബോർഗിനി ഉറൂസിനെ കുറിച്ച്. ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്കും ചെയ്യാം, കമൻറ്റും ചെയ്യാം, ബെല്ലൈക്കണിൽ ഓൾ ഞെക്കാം, ഷെയറും ചെയ്യാം. പക്ഷേ ലംബോർഗിനി ഉറൂസ് തട്ടിപ്പെന്ന് കമൻറ്റ് ഇട്ടവൻ കാണടാ നീ ഇരിക്കുന്നതാ ആശൻ. കണ്ണ് തുറന്ന് കണ്ടിട്ട് പോയി ഗെയിമിൽ കയറി ചീറ്റ് കോഡ് അടിക്കണം ഗൈസ്. നമ്മുടെ ആശാനെ നമ്മൾ വേറൊന്നും ചെയ്തില്ലല്ലോ. നമുക്ക് വീൽസ് അങ്ങ് ഹൈഡ് ചെയ്ത് കൊടുക്കാം ഗൈസ്. പക്ഷേ ഹൈഡ് ചെയ്യേണ്ട ഒരു സുഖമില്ല. നമുക്ക് ഫ്രണ്ട് വീൽസ് പൊക്കി കൊടുക്കാം ഗൈസ്. അവിടെ മോൻ അത് പൊങ്ങുന്ന പൊക്കൽ കണ്ടോ? പൊങ്ങടേ. ഇപ്പോഴാണ് ഗൈസ് വണ്ടിക്ക് ഒരു ലുക്ക് കിട്ടിയത്. നമുക്ക് ബാക്കിലത്തെ കൂടെ പൊക്കി കൊടുക്കാം. ഇപ്പോൾ വണ്ടിക്ക് ഇച്ചിരി കൂടെ ഒരു ഉഷാറായി ഗൈസ്. ഇനി നമുക്ക് ഓടിച്ചു നോക്കാം. എന്താ ശൈലി, എന്താ ഐശ്വര്യം, കാണാൻ തന്നെ എന്തോ ഒരു ഭംഗി. അമേരിക്കയിൽ പോലും ഇത്ര നന്നായിട്ട് കാർ മോഡിഫൈ കിട്ടത്തില്ല. സത്യം പറയുന്നത്. വേണമെങ്കിൽ ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ നമ്മളൊക്കെ ഇന്ത്യൻസ് ആയതുകൊണ്ടാണല്ലോ രോഹിത് ഭായ് ഇങ്ങനെയൊക്കെ ചെയ്ത് ഇത്ര നല്ലൊരു ഗെയിം ക്രിയേറ്റ് ചെയ്തേ. എന്നും വെച്ച് മറ്റേ ലോക്കൽ ഇന്ത്യൻസ് അല്ല ഇങ്ങനെ നടക്കത്തില്ലേ? ജിങ്ക് ഡിങ്ക് അതല്ല മറ്റേ ഇല്ലേ ബല്ലേ ഓ ഷാബ പ്രോ ഇന്ത്യൻസ്. ഇന്ത്യയിൽ ഇന്ത്യൻ ബൈക്കിനേക്കാൾ നന്നായിട്ട് മോഡിഫൈ ചെയ്യുന്ന ഒരു ഗെയിമും ഇല്ലെന്നാണ് ഗൈസ് തോന്നുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഏതായാലും നൈറ്റ് ആക്കിയിട്ടുണ്ട് വണ്ടിക്കല്ല, നമ്മുടെ കാലാവസ്ഥ നൈറ്റ് ആവണമല്ലോ. നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നൈറ്റായിട്ട് ലൈറ്റ് കത്തിക്കുമ്പം ഗൈസ് ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഇമാതിരി ഡീറ്റെയിലിംഗ് ഒരു കാറിലും ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. അടി പൊളിക്കാൻ വന്നല്ലേ ലംബോർഗിനി ഉറൂസ്. അടിച്ച് പൊളിച്ച് ഗൈസ്.
ഇനി നമുക്ക് ഒന്നുകൂടി ഇതാക്കാം ഗൈസ്. ഞാനിപ്പോൾ ഒരു ഡിഫൻഡറിൽ കാണിക്കാമെന്ന് വെച്ചാൽ നടക്കത്തില്ല ഗൈസ്. ഇതൊക്കെ ഈ ലംബോർഗിനി ഉറൂസിന് മുന്നേ ഒന്നുമല്ല ഗൈസ്. നമുക്കൊന്നുകൂടി ചെയ്ത് നോക്കാം ഗൈസ്. പൃഥ്വിരാജിൻ്റെ ലംബോർഗിനി ഉറൂസിൽ പോലുള്ള ഇത്രയും ഡീറ്റെയിലിങ്. അതാണ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക്. മറക്കരുത്, മറ്റേതല്ല. ജിങ്കിടാങ്ക് ജിങ്കിടുങ്ക് ജിങ്കിടാങ്ക് ജിങ്കിടുങ്ക്. കണ്ടോ ഗൈസ്, ആ ഡീറ്റെയിലിങ് അവർ ഈ ഒരു കാറിൽ ചെയ്തിട്ടില്ല ഗൈസ്. ബട്ട് നമ്മുടെ ലംബോർഗിനി ഉറൂസിൽ എന്ത് ഡീറ്റെയിലിംഗ് ആണ് ഇത്. നമ്മുടെ പൃഥ്വിരാജിൻ്റെ ലംബോർഗിനി ഉറൂസിനുള്ള ഇത്രയും ഡീറ്റെയിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. എങ്കിലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് നമുക്കൊന്നുകൂടെ കാണിക്കാം ഗൈസ്. ഇതെനിക്ക് ഒന്നുകൂടെ ചെയ്യണം. എന്ത് രസമാണ് ഗൈസ്. ഓ അടിപൊളി ഗൈസ്. ഇത് എന്ത് ഡീറ്റെയിലിംഗ് ആണ് അവരെ ലംബോർഗിനി ഉറൂസിൽ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാലാവസ്ഥ മാറ്റാം ഗൈസ്. ഓക്കെ ഗൈസ്, കാലാവസ്ഥ മാറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾ RGS ടൂൾ എടുക്കണം. RGS ടൂൾ എടുത്തിട്ട് എന്തായിരുന്നു SMALL സ്മോൾ എന്ന് അടിക്കണം. പിന്നെ PLAYER പ്ലെയർ എന്നും അടിക്കണം. ഇപ്പം അടിപൊളിയായി ഗൈസ്. നമ്മുടെ ക്യാരക്ടർ ചെറിയതായി. ചെറിയ പിള്ളേരെ ചുക്കാമണീനേക്കാളും ചെറുതാണ്. ഈ കുഞ്ഞവനെ വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എന്താടാ നടന്നു പോകുന്നത്? നീ എങ്ങനെയാടാ ഇത്രയും വലുതായത്? എവിടുന്നോ ഒരു ഒച്ച, എനിക്കറിയത്തില്ല. ഒച്ച കേൾക്കുന്നത് ഇവിടെയാണാ ടോ. ഇനി ഇത് എങ്ങനെ ചെറുതാക്കും ഗൈസ്? പിന്നെ സാധാരണ രീതിയിൽ റീസ്റ്റാർട്ട് ചെയ്താവും ഗൈസ്. നമ്മുടെ പ്ലേ സെറ്റിംഗ്സ് ചാലഞ്ചിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ മാറ്റാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു ഗൈസ്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതും പോയി കണ്ടിട്ട് വരണം ഗൈസ്. നമുക്കപ്പോൾ തൽക്കാലം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നത് എന്തിന് ഗൈസ്? ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഗൈസ്. നിങ്ങൾ ആർക്കും ഒന്നും തോന്നരുത്. എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്കൊരു RGS എന്ന് പറഞ്ഞ് കാണിക്കും ഗൈസ്. അതേ നിങ്ങൾ ലോഡെന്ന് പറഞ്ഞേക്കി കഴിയുമ്പോൾ നിങ്ങൾ നേരെ പോകുന്ന ഫയൽ മാനേജറിലോട്ടായിരിക്കും ഗൈസ്. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക്, ഡ്രൈവ്, അതേപോലെ തന്നെ ഫോട്ടോസ്, വീഡിയോസ് എല്ലാം എടുക്കാം ഗൈസ്. എല്ലാം എടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു നരിവേട്ടയ്ക്കകത്ത് നമ്മുടെ മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകെ ആ പാട്ട് എടുത്തിട്ടുണ്ട്. ആ പാട്ട് എടുക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല ഗൈസ്. നമുക്കിതിൽ അവർ ഓൺ വണ്ടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് ചെയ്തിട്ട് ഡ്രൈവ് ആക്കാം, ലിങ്ക് ആക്കാം. എന്നിട്ട് നമ്മുടേതായിട്ട് രീതിയിൽ സാധനങ്ങൾ ഉണ്ടാക്കാം, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ പിന്നെ ഇടും കേട്ടോ. അപ്പോൾ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനിയേ ഇവിടെ നിന്നാ പണിയാ, ഞാൻ പോവാം.